ഇതിലെ ഇര ഇന്റർവ്യൂവിൽ പറയുണ്ടായി, ഞാൻ ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് CM-നോടും മുഖ്യമന്ത്രിയോടും DGP-യോടും ADGP-യോടും ഇവൻ കമ്മീഷണറോടും ആലോചിച്ചാണ് തീരുമാനമെടുത്തത്. സോ ഇതൊരു സാധാരണ കേസല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എനിക്ക് VIP പരിഗണന കിട്ടിയ കേസ്. അബ്സല്യൂട്ട്ലി. ഇതിലെ ഇര ഇന്റർവ്യൂവിൽ പറയുണ്ടായി, ഞാൻ ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് CM-നോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും DGP-യോടും ADGP-യോടും ഇവൻ കമ്മീഷണറോടും ആലോചിച്ചാണ് തീരുമാനമെടുത്തത്. സോ ഇതൊരു സാധാരണ കേസല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എനിക്ക് VIP പരിഗണന കിട്ടിയ കേസ്. അബ്സല്യൂട്ട്ലി. തുടക്കം മുതൽ ഈവൻ ഫ്രം ദ ബിഗിനിങ് പ്രയർ ടു ദ രജിസ്ട്രേഷൻ ഓഫ് FIS കൊടുക്കും മുമ്പേ VIP പരിഗണന കിട്ടപ്പെട്ട ഒരു കേസാണ് ഈ കേസ്. അതിൽ യാതൊരു സംശയമില്ല. അത് ഹണി റോസിന്റെ തന്നെ ഇന്റർവ്യൂവിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണ ഒരു കുറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും, അല്ലെങ്കിൽ ആശുപത്രി ചെല്ലും, അവിടുത്തെ ഡീറ്റെയിൽസുമായി പോലീസ് സ്റ്റേഷനിൽ പോകും. നമ്മൾ എന്താ ചെയ്യുക, പോലീസിനോട് വിവരം പറയും, പരാതി എഴുതി കൊടുക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ കുറേ ദിവസം തേരാപാര ഓടും, FIR രജിസ്റ്റർ ആവില്ല, കമ്മീഷൻ ഓഫീസിൽ പോകും, പിന്നെ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഇടും. അതൊക്കെയാണ് സാധാരണ സംഭവിച്ചു വരാറ് പലപ്പോഴും. എന്നാൽ ഇവിടെ ഹണി റോസ് CMO ആയിട്ടും DGP-ആയിട്ടും ADGP-ആയിട്ടും കമ്മീഷണറുമായിട്ടും ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ FIS-ന്റെ പ്രത്യേകത? ഈ FIS ഹണി റോസിൻ്റെതാണോ അതോ CM ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ FIR ആണോ? അതിൻ്റെ പരമപ്രധാനമായ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സുപ്രീം കോർട്ട് പല ഡിസിഷനിലും പറഞ്ഞിട്ടുണ്ട് 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കേസുകളിൽ നോട്ടീസ് കൊടുത്ത് പ്രതിയെ വരുത്താം, സഹകരിച്ചില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം. ഇവിടെ 7-ാം തീയതി പരാതി കൊടുക്കുന്നു, 7-ാം തീയതി പരാതി കൊടുക്കുന്നു, 8-ാം തീയതി രാവിലെ അറസ്റ്റ് ചെയ്യുന്നു, 8-ാം തീയതി മുഴുവൻ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നു, 9-ാം തീയതി കസ്റ്റഡിയിലാകുന്നു, മജിസ്ട്രേറ്റ് ബെയിൽ തള്ളുന്നു. ഇതെല്ലാം ഞൊടിയിടയ്ക്കുള്ളിൽ നടന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ സംസ്ഥാന പോലീസും ഇത്രയും ജാഗരൂകരാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട്. അപ്പോൾ ഇത്രയും ഞൊടിയിടയ്ക്കുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുക, വിത്തൗട്ട് എനി നോട്ടീസ്, 3 വർഷം മാത്രം ശിക്ഷ കിട്ടാവുന്ന കേസിൽ അറസ്റ്റ് ചെയ്യുക, അത് പബ്ലിസൈസ് ചെയ്യുക, കോടതിയിൽ ഹാജരാക്കുന്ന അതേ ദിവസം അതേ സെക്ഷനിൽ ജാമ്യത്തിൻ്റെ വാദം കേൾക്കുക. അതാണ് ഇതിലും പരമപ്രധാനമായ മറ്റൊരു വസ്തുത. അന്നേ ദിവസം തന്നെ വാദം കേൾക്കുക, അന്നേ ദിവസം വിധി പറയുക, റിമാൻഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ എന്തോ നാടകീയത ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹണി റോസിൻ്റെ തന്നെ FIS കൊടുക്കാനുണ്ടായ സാഹചര്യം തന്നെയാണ് ഇത്തരം നാടകീയതയെക്കുറിച്ച്. ഒരുപക്ഷെ ഈ 4 മാസത്തിന് മുന്നേ നടന്ന സംഭവത്തിൽ ഹണി റോസിന് ചില സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ, അല്ലെങ്കിൽ ചില ഉപദേശങ്ങൾ ചിലർ നൽകിയതായിരിക്കാം ഇങ്ങനെ ഒരു സംഭവങ്ങളിലേക്ക് നയിച്ചതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും വാർത്തയുടെ ഗതി മാറ്റാനുള്ള ഒരു തന്ത്രമായിട്ട് ഇതിനെ നോക്കി കാണാൻ കഴിയും. തീർച്ചയായും. PV Anwar സബ്ജക്റ്റ് ഒക്കെ പോയില്ലേ, പുറന്തള്ളപ്പെട്ടില്ലേ? ഇപ്പൊ എന്ത് PV Anwar സബ്ജക്ട്, ഹീസ് ഗോൺ. ഒരൊറ്റ ന്യൂസോടുകൂടി കാര്യങ്ങൾ മാറി. ഇവിടെ ന്യൂസ് മാറ്റിമറിക്കലില്ല, അതിനേക്കാളുപരി സംതിങ് ഗ്രേവ് ഹാസ് ബീൻ ഡൺ. എന്തോ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ FIS തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. 75 സബ്സെക്ഷൻ 1 ക്ലോസ് 1 ഒരിക്കലും നിൽക്കാത്ത ഈ കേസിൽ. കാരണം നമുക്കറിയാം ബോബി കയറി പിടിച്ചതല്ല, പക്ഷേ ബോബി ചെയ്തതിനോട് ഒരിക്കലും അനുകൂല മനോഭാവം എനിക്കില്ല. ബോബി ചെയ്തത് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന വഷളത്തരത്തിൻ്റെ ഏറ്റവും മൂർധന്യമായ ഒരു കാര്യമാണ്. ഒരു സ്ത്രീയെ, അത് മാന്യമായി വസ്ത്രം ധരിച്ചു പോകുന്ന ഒരു സ്ത്രീ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ വസ്ത്രം എങ്ങനെ ധരിക്കണമെന്ന് ഒരിടവും പറഞ്ഞിട്ടില്ല. ആൻഡ് ഷീ ഈസ് ബ്യൂട്ടിഫുൾ ഓൾസോ. ഹണി റോസ് നല്ലൊരു മോഡലാണ്, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്കെതിരെ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശം ഒരിക്കലും ക്ഷമ അർഹിക്കുന്നില്ല. പക്ഷേ ഈ പരാതിന്മേൽ ബോബിക്കെതിരെ ഉണ്ടായ നടപടികൾ തികച്ചും നാടകീയമാണ് എന്നുള്ളതാണ് എൻ്റെ സംശയം. അതായത് പലരും കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇപ്പോൾ പെൺകുട്ടികളെ പീഡിപ്പിച്ച, അതിന് കൊച്ചുകുട്ടികളോട് പോലും ലൈംഗിക അതിക്രമം നടത്തിയിട്ടുള്ള പലരും വിലസി നടക്കുന്ന ഈ നാട്ടിലാണ് ഇങ്ങനെ ഒരു ചേഷ്ട കാണിച്ചു, ഡബിൾ മീനിങ്ങോടുകൂടി സംസാരിച്ചു എന്ന് പറഞ്ഞ് കൊലക്കേസിലെ പുള്ളിയെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ ബോബി ചെമ്മണ്ണൂരിനെ കൊണ്ടുപോവുകയും ഒരു പഴുതുപോലുമില്ലാതെ, പഴുത് മുഴുവൻ അടച്ചുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു സംഗതി പോലീസ് പ്ലാൻ ചെയ്തത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും അത് സ്വാഗതാർഹമായ ഒരു അഭിപ്രായമാണ് ജനങ്ങളുടെ. കാരണം നമ്മൾ കണ്ടതാണ്, മുകേഷൊക്കെ പീഡന കേസിലെ പ്രതിയായിരുന്നു.
മുകേഷ് സുഖമായി പീഡന കേസ് നിൽക്കുമ്പോഴും വളരെ സുഖമായി പോലീസിനോടൊപ്പം സ്റ്റേറ്റിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ജാമ്യം കരസ്ഥമാക്കി. അതുപോലെ മറ്റു പല നടന്മാരും യുവനടന്മാർ പീഡന കേസിൽ 376 നിൽക്കവേ തന്നെ അവർ പ്രസ് മീറ്റ് നടത്തിയായിരുന്നു. പോലീസ് നിൽക്കവേ അവർ പ്രസ് മീറ്റ് നടത്തി. എന്തിന് നമ്മൾ സിനിമാ നടന്മാരും നടികളുടെ ഇടയിലേക്ക് പോകണം? ഇന്ന് കേരളത്തിലുള്ള രാഷ്ട്രീയ സാമുദായിക പ്രമുഖരായിട്ടുള്ള പലരും വലിയ വലിയ കേസുകളിൽ വാറണ്ട് മേടിച്ച് നിൽക്കുന്ന വ്യക്തികളാണ്. ഈ പ്രതികളൊക്കെ തന്നെ ഇന്ന് പലപ്പോഴും പല ക്രിസ്മസിനും ന്യൂ ഇയറിനും ഈസ്റ്ററിനും അല്ലെങ്കിൽ നമ്മുടെ ഓണത്തിനുമൊക്കെ മുഖ്യമന്ത്രിയോടൊപ്പം DGPയോടൊപ്പം ആകർഷിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വിരളമൊന്നുമല്ല. സോ ചുരുക്കത്തിൽ ഇവിടെ നിയമത്തെക്കാൾ ഉപരി ഇതിനെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സംവിധാനമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ സംവിധാനമാണ് ഇതിനെയൊക്കെ ചലിപ്പിക്കുന്നത്. സാധാരണക്കാരൻ ഒരു പരാതിയുമായി ചെന്നാൽ മാസങ്ങളും വർഷങ്ങളും എടുത്ത് നടപടി ഉണ്ടാകുന്ന അത്രയും ചെറിയൊരു വിഷയത്തിൽ സ്റ്റേറ്റ് 24 മണിക്കൂറിനകത്ത് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക, അതും സ്റ്റേറ്റിൻ്റെയും എല്ലാ മിഷണറിയുടെയും സഹായത്തോടു കൂടി ഇത്തരത്തിലൊരു പരാതി ബോധിപ്പിച്ചു എന്ന് പരാതിക്കാരി തന്നെ അവകാശപ്പെടുക. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ അകത്ത് കിടക്കുന്ന ബോബി ചെമ്മണ്ണൂർ ഏതോ ഒരു നാടകത്തിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിലൂടെ എന്തോ സന്ദേശം നമ്മുടെ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്നുള്ളതാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതിന് ശേഷം ഏറ്റവും അധികം സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അതായത് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സെക്ഷലി കളേർഡ് റിമാർക്സ്. ഒന്ന് അത്, രണ്ടാമതായി പറയുന്ന കൺസെൻറ്റ് ഇല്ലാതെയാണ് തൻ്റെ ശരീരത്തിൽ കയ്യിൽ സ്പർശിച്ചതെന്നാണ് ഹണി റോസ് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്നത്. FIR-ലടക്കം അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത് രണ്ടും എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ ലളിതമായി മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ശിക്ഷ നടപടികൾ എന്താണെന്നുള്ളത്. സെക്ഷലി കളേർഡ് റിമാർക്സ് സെക്ഷൻ 75 സബ്സെക്ഷൻ 1 ക്ലോസ് 4 ഓഫ് BNS-ന്റെ സെക്ഷൻ 74-ന്റെ സബ്സെക്ഷൻ 1 ക്ലോസ് 4-ൽ പറയുന്നത് സെക്ഷലി കളേർഡ് റിമാർക്സ് എന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതി ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ ഈവൻ ഈ 2025 ഒരു സുപ്രീം കോടതി ഡിസിഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഏതെങ്കിലും അവയവത്തെക്കുറിച്ച് പറഞ്ഞാൽ പോലും അത് സെക്ഷലി കളേർഡ് റിമാർക്സ് ആയിട്ട് എടുക്കാവുന്നതാണ്. ഒരു സ്ത്രീയെ വളരെ നെഗറ്റീവ് ആക്കണമെന്നില്ല. അതിനകത്ത് ലൈംഗിക ചുവയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈംഗിക അവയവത്തെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞാൽ പോലും അതൊരു സെക്ഷലി കളേർഡ് റിമാർക്സ് എന്നാണ് പറയാറ്. അതിൻ്റെ മാക്സിമം പണിഷ്മെൻറ്റ് 1 ഇയർ ആണ്. പക്ഷേ BNS അല്ലെങ്കിൽ പഴയ IPC-യിലെ ഏറ്റവും കുറവ് ശിക്ഷയും എന്നാൽ ഏറ്റവും കൂടിയ കോടതി ട്രയൽ നടത്തുന്നതുമായ ഒരു ഒഫൻസാണ് ഈ 75 സബ്സെക്ഷൻ 1 ക്ലോസ് 4. 1 വർഷം ശിക്ഷ മാത്രമുള്ള ഈ കേസ് ട്രയൽ നടത്തേണ്ടത് സെഷൻസ് ജഡ്ജാണ്. അതാണ് ഈ സെക്ഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റത് നേരത്തെ പറഞ്ഞതുപോലെ വിത്തൗട്ട് കൺസെൻറ്റ് സെക്ഷലി ഹറാസ് ചെയ്യുക എന്നുള്ളത് അത് BNS 75 സബ്സെക്ഷൻ 1 ക്ലോസ് 1-ൽ പെടുന്നതാണത്. ആ സെക്ഷൻ അനുസരിച്ച് അവിടെ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് മസ്റ്റാണ്. ആ ഫിസിക്കൽ കോണ്ടാക്റ്റിന് ഒരിക്കലും കൺസെൻറ്റ് ഇര കൊടുത്തിരിക്കാൻ പാടില്ല. മലയാളത്തിൽ പറഞ്ഞ് കയറി പിടിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സംശയം വരുന്നത്, അതായത് ബോബി ചെമ്മണ്ണൂർ കയ്യിൽ പിടിച്ചു എന്നാണ് പറയുന്നത്. ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതും അപ്പോൾ കൺസെന്റ് ഇല്ല എങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നാണോ അതിൽ? അതാണ് ഇതിലൂടെ സ്റ്റേറ്റ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠം അതാണ്. നമ്മുടെ സാധാരണ TV ഷോകളിൽ നമ്മൾ കാണാറുണ്ട്, ഒരു പാട്ടിട്ട് അതിലെ ആക്ടേഴ്സ് അല്ലെങ്കിൽ അതിലെ ആങ്കേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ എന്താ ഗസ്റ്റൊക്കെ കൂടെ ഡാൻസ് കളിക്കാറുണ്ട്, നാടകം കളിക്കാറുണ്ട്, പലതും ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള വെറും ഒരു എന്താ പറയുക ഒരു ഫംഗ്ഷൻ മാത്രമാണ് അവിടെ നടന്നത്. അവിടെ സ്വാഭാവികമാണ് ഹണി റോസിന് കൈ കൊടുക്കുക, ഹണി റോസിനെ പിടിക്കുകയല്ല ചെയ്യുന്നത്. ഹി ഹാസ് എന്താ പറയട്ടെ ഒരു ഓഫർ, കൈ നീട്ടുകയാണ്. ആ കൈ പിടിച്ചത് ഹണി റോസാണ്. സോ ഇവിടെ പണ്ട് നമ്മൾ പറയണ്ടേ, ഇല വന്ന് മുള്ളി വീണാലും മുള്ളുവന്ന് ഇല വീണാലും കേട് ഇലയ്ക്കാണെന്ന്. ഇപ്പം തിരിച്ചാണ്, എവിടെ വന്ന് വീണാലും കേട് മുള്ളിനാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നീട്ടിയ കൈകളിൽ ഹണി റോസ് പിടിച്ച് ഹണി റോസെ ബോബി ചെമ്മണ്ണൂർ ബോഡി പിടിച്ചുകൊണ്ട് കറക്കുകയല്ല, ഹണി റോസ് തിരിയുകയാണ്. ഹണി റോസ് കറങ്ങി വന്ന് നിൽക്കുകയാണ്. സോ ഇവിടെ എല്ലാം രണ്ടുപേരും കൺസെൻറ്റോടുകൂടെ നടത്തിയ ഒരു അഭിനയ പ്രകടനം, അതായത് അന്ന് നടക്കേണ്ട മാർക്കറ്റിംഗ് ഇവന്റ്, അത് അഡ്വർടൈസ്മെന്റ് മനോഹരമാക്കാൻ രണ്ടുപേരും മേടിച്ച കാശിന് ഹണി റോസ് അഭിനയിക്കുകയും ചെയ്തു. ആ ഹണി റോസിനെ കൊണ്ടുവന്ന അഡ്വർടൈസ്മെന്റ് വളരെ മനോഹരമായി സക്സസ്ഫുള്ളി ബോബി ചെമ്മണ്ണൂർ പൂർത്തിയാക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് അസ്വാഭാവികമായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മാത്രം തെറ്റുകൊണ്ട് സംഭവിച്ച സെക്ഷലി കളേർഡ് റിമാർക്സ്, കുന്തി ദേവിയോട് ഉപമിച്ചതും
ആ ഉപമ കഴിഞ്ഞ് പിന്നൊരു മീഡിയയിൽ അദ്ദേഹം ആങ്കറിനോട് ആംഗ്യം വെച്ച് കാണിച്ചു. എന്താണ് അവർ ഉദ്ദേശിച്ചത്? കുന്തി ദേവി ഡബിൾ മീനിങ് എന്താണ്, താൻ ജെമിനിയാണെന്നും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു സെക്ഷലി കളേർഡ് റിമാർക്സ് എന്നുള്ളത് മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ നിൽക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു സെക്ഷൻ. പിന്നെ IT ആക്ട് അത് പ്രചരിപ്പിച്ചത് അതിൻ്റെ അങ്ങനെയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂരല്ല അതിൻ്റെ യഥാർത്ഥ ചാനലുകാരാണ്, അവരാരും പ്രതിയാക്കിയിട്ടില്ല. സോ സെക്ഷൻ 67 IT ആക്ടും നിൽക്കാൻ സാധ്യത കുറവാണ്. നിൽക്കണമെങ്കിൽ മറ്റുള്ളവരേക്ക് കൂട്ടുപ്രതിയാക്കിയേ പറ്റും. സോ അതുകൊണ്ട് നിൽക്കാൻ ഏക ചാൻസ് ഉള്ള സെക്ഷൻ 75 സബ്സെക്ഷൻ 1 ക്ലോസ് 4. അത് വെറും ഒരേ ഒരു വർഷം ശിക്ഷ കിട്ടാവുന്ന കേസാണ്. അതിനാണ് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. തുടക്കത്തിൽ ഏവരും പ്രതീക്ഷിച്ചതാണ് ജാമ്യം ലഭിക്കുന്ന ഒരു കുറ്റകൃത്യം മാത്രമാണിതെന്നാണ് ഏവരും പരാമർശിച്ചത്. ഒട്ടനവധി അഭിഭാഷകരടക്കം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഏവരെയും ഞെട്ടിച്ച ഒരു വിധിയായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതിനെ നോക്കിക്കണ്ടത്. അപ്പോൾ സമൂഹത്തിന് ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്, നെഗറ്റീവായും പോസിറ്റീവായും? സമൂഹത്തിൽ ഈ കേസ് ഇതെപ്പോഴും സമൂഹത്തിൻ്റെ ഒരു ലാൻഡ് മാർക്ക് കേസായി ആഘോഷിക്കപ്പെടും. നമ്മളെപ്പോഴും ലാൻഡ് മാർക്ക് കേസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര വലിയ സുപ്രീം കോർട്ടിലുണ്ടായ ഏതെങ്കിലും ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ അത്രയ്ക്ക് രാജ്യത്തെ മൊത്തം കിടുകിട വിറപ്പിച്ച ഒരു ജഡ്ജ്മെൻറ്റ്. നെവർ. ഞാനിതിനെ ലാൻഡ് മാർക്ക് എന്ന് പറയാൻ കാര്യം, ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് മലയാള ചാനലുകളിലും മലയാള TV ഷോകളിലും മലയാള സ്റ്റേജ് പ്രോഗ്രാംസിലും നാം ഇന്ന് വരുന്ന വഷളത്തരത്തിന് ഇതോടുകൂടി ഒരു അന്ത്യം കുറിക്കപ്പെടും. അത് സത്യമാണ്. നമുക്കറിയാം മറ്റു ചില യുവ നടന്മാരൊക്കെ ഉണ്ട്. ഒരു ഷെയ്ൻ ചാക്കോ, അദ്ദേഹത്തിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് ഇരിക്കാൻ തോന്നില്ല, അത്രയ്ക്ക് ദേഷ്യം വരും. പക്ഷേ എന്ത് ചെയ്യാനാ, അദ്ദേഹം വളരെ ആരാധിക്കപ്പെടുന്ന ഒരു യുവ നടനാണ്, വളരെ ഫാൻസ് ഉള്ള ഒരു നടനാണ്. കേട്ടിരുന്നുകൊണ്ട് അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു സംശയമാണ്, നമ്മൾ ഈ സൊസൈറ്റിയിൽ തന്നെയാണോ എന്നുള്ളത്. പലപ്പോഴും പല പ്രോഗ്രാംസും കുട്ടികളോടൊപ്പം, എൻ്റെ മകളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ്, മക്കളോടൊപ്പം ഇരുന്ന് കാണാൻ പറ്റാത്ത അത്രയും വഷളത്തരം ദ്വയാർത്ഥങ്ങളൊക്കെയാണ് പല ചാനലുകളിൽ നമ്മൾ കേൾക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻറ്റ് തന്നെയായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അതിന് ബോബി ചെമ്മണ്ണൂരിനെ ഒരു മാതൃകയാക്കി എന്ന് വേണം പറയാൻ. പിന്നെ നെഗറ്റീവായി പറയുകയാണെങ്കിൽ ഇതിൽ നടന്നിരിക്കുന്ന നിയമ നടപടികൾ വളരെ ദുരൂഹത നിറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരിക്കേണ്ടതല്ല. ശരിക്കും റിലവൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഒന്നുമല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മനഃപൂർവ്വമായ എന്തോ ഒരു താല്പര്യം, അതിപ്പോൾ രാഷ്ട്രീയമാകാം, വ്യക്തിയാകാം, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു ബിസിനസ്മാൻ, അല്ലെങ്കിൽ അത്രയും സ്വാധീനമുള്ള ഒരു ബിസിനസ്മാൻ, അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്ന ജനങ്ങളുടെ മേൽ കുറച്ച് കൂടുതൽ എന്താ പറയട്ടൊരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് തളയ്ക്കാനുള്ളതായിരിക്കാം. അത് നമുക്ക് വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഹണി റോസിൻ്റെ തന്നെ ഇൻ്റർവ്യൂവിൽ നിന്ന് നോക്കിയാൽ മുഖ്യമന്ത്രിയെയും DGPയെയും ADGPയെയും കമ്മീഷണറെയും അറിയിച്ച് അവരുടെ അഭിപ്രായത്തോടു കൂടി ഫയൽ ചെയ്ത FIR അല്ലെങ്കിൽ FIS അത് 5 മാസങ്ങൾക്ക് ശേഷം ഇല്ലാത്ത സെക്ഷൻസ് ആഡ് ചെയ്യപ്പെട്ടുവെങ്കിൽ ഇത് തീർച്ചയായും അന്വേഷിക്കേണ്ടിയിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നിത് അന്വേഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നാളെ ഇതുപോലെ ഇതേ മാതൃകയിൽ കേരളത്തിൽ വളർന്നു വരുന്ന പലരെയും അകപ്പെടുത്തേണ്ട സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാവും, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലുണ്ടാവും. അവസാനമായ ഒരു ചോദ്യം കൂടി, അതായത് ദ്വയാർത്ഥ പ്രയോഗം, അവിടെ നിന്നാണ് ഈ വിഷയം, ഈ വിവാദങ്ങളൊക്കെ തന്നെ തുടങ്ങിയത്. അപ്പോൾ ഇത് ആസ്വദിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്, സൈബറിടത്തും അല്ലാതെയും ഒക്കെയായി. അതുപോലെ തൊഴിലിടങ്ങളിലും മറ്റുമൊക്കെയായി സംസാരിക്കുന്നത്, രണ്ടുപേർ ചേർന്നോ ഒരു കൂട്ടമായി സംസാരിക്കുന്നതിലോ ഒക്കെ തന്നെ ഈ ഡബിൾ മീനിങ് ജോക്കുകൾ എന്നറിയപ്പെടുന്ന ചില തമാശകളൊക്കെ തന്നെ ഉൾപ്പെടാറുണ്ട്. അപ്പോൾ ഇത് ആസ്വദിക്കുന്നതും കുറ്റകൃത്യമാണോ, ഇത് പ്രചരിപ്പിക്കുന്നതും കുറ്റകൃത്യമാണോ? തീർച്ചയായും. ശരിക്കും ഒരു കുറ്റം ചെയ്യുന്ന വ്യക്തിയേക്കാൾ ആ കുറ്റകൃത്യത്തിനെ സഹായിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ തെറ്റുകാരൻ. സമൂഹത്തിൽ പല തെറ്റും നടക്കാറുണ്ട്. എനിക്കറിയാം സമൂഹത്തിൽ ഇങ്ങനെ ഒരു കുറ്റം നടന്നിട്ടുണ്ട്, ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. ആ കുറ്റം ഞാൻ മറച്ചു വെക്കുമ്പോൾ കുറ്റം ചെയ്ത വ്യക്തിയേക്കാൾ പാപിയാണ് ഞാൻ. സോ തീർച്ചയായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആസ്വദിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അതിനോടൊപ്പം യാത്രയും ചെയ്യുന്ന ജനങ്ങൾ തീർച്ചയായും ചെയ്ത വ്യക്തികളെപ്പോലെ തന്നെ കുറ്റക്കാരാണ്. കാരണം ഇത്തരത്തിലുള്ള ആസ്വാദനം ഇല്ല എങ്കിൽ, ഇത്തരത്തിലുള്ള ഒരു കസ്റ്റമേഴ്സ് ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അത് കേൾക്കാൻ ആളുകളില്ല എങ്കിൽ തീർച്ചയായും ഈ കുറ്റകൃത്യങ്ങൾ അതോടെ തീരും. അതുകൊണ്ട് അത് IT ആക്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രചരിപ്പിക്കുന്നവരായാലും അത് ആസ്വദിക്കുന്നവരായാലും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നവരായാലും അതിന് സപ്പോർട്ട് ചെയ്യുന്നവർ, കുടപിടിക്കുന്ന എല്ലാവരും അതിനകത്ത് കുറ്റക്കാരാണ്. പക്ഷേ പ്രശ്നം IT ആക്ട് നല്ലതുപോലെ അല്ലെങ്കിൽ നേരായ രീതിയിൽ നടപ്പിലാക്കാനുള്ള സജ്ജത നമ്മുടെ സംസ്ഥാനത്തിനില്ല. നമുക്കറിയാം ഇന്നും കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും
അല്ലെങ്കിൽ കേരളത്തിലെ ഒരു 50 വീട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു വ്യക്തിയെങ്കിലും സൈബർ ക്രൈമിൻ്റെ വിക്റ്റിമാണ്. വിസയ്ക്ക് പൈസ കൊടുത്തത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബിന് പൈസ കൊടുത്തത്, ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനിരയായത്, ഓൺലൈൻ വേറെ ഏതെങ്കിലും തട്ടിപ്പിനിരയായത്, ഇവർക്ക് ആർക്കും നീതി ലഭിച്ചിട്ടില്ല. കാരണം IT ആക്ട് ഇപ്പോഴും അപര്യാപ്തമാണ്. IT ആക്ട് നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതാണ് സത്യം.